എന്ന സ്ഥിതിക്ക് ആ ഹൈക്കമാൻഡ് വക്കീലിനോട് മാനവീയം വീതിയിലൂടെ 4 റൗണ്ട് നടന്ന് വയലാറിന്റെ 4 പാട്ടും കേട്ടിട്ട് അങ്ങ് പോവാൻ പറഞ്ഞേക്ക്. ഇങ്ങോട്ട് വരുന്നോ? അതൊരു മുന്നറിയിപ്പില്ലാതെ. എന്താ പട്ടേരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അല്ല, സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നിരുന്നല്ലോ. ആ ശരി, എന്തായാലും വാ. ദയവായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് തങ്കച്ചീൻ്റെ അടുത്ത് പറയണം. ആ അപേക്ഷയാ. എന്താ സ്വാമി? എന്താ സാർ? സ്വാമി എന്താ വരണ്ടു നിൽക്കുന്നത്? ആരാ വിളിച്ചത്? പട്ടേരിയ, തങ്കച്ചി ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ടോ? ആ, ഇപ്പൊ എത്തു. കഴിഞ്ഞ തവണ വന്നപ്പോ ചായ ഇട്ടു. ഇത്തവണ വരുന്നത് ആരുടെ നെഞ്ചത്ത് പൊങ്കാല ഇടാനാണോ ആവോ? എന്താ അപ്പച്ചി? ദേ, നിന്റെ അമ്മയുടെ മർഡറർ വരുന്നുണ്ടെന്നിപ്പോ ആ തങ്കച്ചി. അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ആ, അതാ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. കഴിഞ്ഞ തവണ തങ്കച്ചി ചായ ഇട്ട കാര്യം ഇത്തവണ ബിരിയാണി വെക്കാനായിരിക്കും വരുന്നത്. എന്തിനാ സാർ അവര് വരുന്നത്? സത്യമായിട്ടും എനിക്ക് അറിയില്ല നിരഞ്ജൻ. ഓ, ഒരു സത്യവാൻ. അവരെ ക്ഷണിച്ചു വരുത്തിയതാവും എന്നെ നോവിക്കാനായിട്ട്. മോളെ, എന്തോന്നു മോള്? നീ അങ്ങനെയൊന്നും പറയരുത്. എന്റെ ഊഹങ്ങളൊന്നും തെറ്റാറില്ല. നീ കൂടുതൽ ഊഹിക്കാൻ വരട്ടെ അക്ഷര. എന്തായാലും വരുന്നത് തങ്കച്ചിയല്ലേ, അവര് വരട്ടെ, കാര്യങ്ങൾ അറിയാലോ. എന്തായാലും നമ്മളൊരു അപകടത്തിൽപ്പെട്ട് കിടക്ക. ആ ചുഴിയിൽ മുങ്ങി താഴാതെ നീന്തി കര പറ്റിയല്ലേ പറ്റൂ. മുതലക്കുളത്തിൽ തള്ളിയിട്ടവർ കയ്യും കെട്ടി കരയ്ക്ക് നിൽക്കുന്നുണ്ട്, ജീവൻ രക്ഷിക്കാനുള്ള നീന്തൽ മത്സരം കാണാൻ. അക്ഷരം വീട്. അധികം താമസിയാതെ ഈ നെയിം ബോർഡ് മാറ്റി എന്റെ മകളുടെ പേര് വെക്കണം, അല്ലേ പട്ടേരി? സീതാസദനവും നല്ലതാ. മായാരഞ്ജനിയുടെ മായാസദനം അങ്ങനെ സീതാസദനമാവും. പട്ടേരി വാ. ഇരിക്കണം മിസ്റ്റർ ജയശങ്കർ. നിലവിൽ വീട് നിങ്ങളുടേതാ. നിലവിൽ മാത്രമല്ല, നാളെയും ഈ വീട് എൻ്റെ തന്നെയായിരിക്കും. നീ വന്ന കാര്യം പറ. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കോൾ മീ മാഡം. അതിന് ജയശങ്കർ മരിക്കണം. താമസിയാതെ ഞാൻ കൊന്നോളാം. തങ്കച്ചി വന്ന കാര്യം പറയും. അതെ, നിങ്ങളുടെ ഷോ കാണേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. പെടയ്ക്കാതടി. എവിടെ എപ്പോ എത്ര നേരം ഷോ കാണിക്കണമെന്ന് തങ്കച്ചി തീരുമാനിക്കും. കുടുംബത്തിന്റെ നെഞ്ചത്ത് കസേരയിട്ടിരുന്നിട്ടുള്ള ഷോ വേണ്ടെന്നാ പറഞ്ഞത്. ആഹാ, മായയുടെ പടം പിന്നെയും വെച്ചോ? പിന്നെ കെട്ടി തൂങ്ങി ചത്ത നിങ്ങളുടെ കെട്ടുവിന്റെ പടം വെക്കണോ? അധികം താമസിക്കാതെ ഞാനത് ഇവിടെ വച്ചോളാടി. എന്നും വിളക്കും കത്തിച്ചോളാം. എന്റെ ഡെന്നിച്ചായന്റെ പടം വയ്ക്കാൻ സമ്മതിക്കാത്തതിന് ദൈവം കൊടുത്ത ശിക്ഷ. വായിത്താരി കഴിഞ്ഞെങ്കിൽ സീതാലക്ഷ്മി തങ്കച്ചി വന്ന കാര്യം പറ. എനിക്ക് അവകാശപ്പെട്ട കുറച്ച് ആഭരണങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കേട്ടു.
നിനക്ക് അവകാശപ്പെട്ട ആഭരണം. എടാ സ്വാമി, താൻ തന്നെയല്ലേ പട്ടേരി വിളിച്ചിക്കാര്യം പറഞ്ഞത്? മകളുടെ ആഭരണം കൊണ്ട് ജയശങ്കർ തങ്കച്ചിക്കുള്ള കപ്പം കെട്ടുമെന്ന്. കപ്പും കപ്പയൊന്നും അല്ല. അക്ഷരയുടെ ആഭരണങ്ങൾ നൽകി അവൾ അവളുടെ ഡാഡിയെ സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, തങ്കച്ചി എന്ന ആർത്തിക്കാരിയോട് മകളുടെ പ്രായത്തിലുള്ളൊരു പെൺകുട്ടി കാണിക്കുന്ന ഔദാര്യം. അല്ലെങ്കിൽ മായാരഞ്ജിനി എന്ന സ്ത്രീയുടെ മകൾ നിങ്ങളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് നടത്തുന്ന വെല്ലുവിളി. പൊന്നിനെ പ്രാണനെ പോലെ സ്നേഹിച്ചവൾക്ക് സ്വന്തം പൊന്ന് വിട്ടുകൊടുക്കുമ്പോ പ്രാണം പറയുന്ന വേദന കാണും അല്ലേടി? എന്തിന്? നിങ്ങൾ വെട്ടിപ്പിടിച്ച് വിജയാവുന്നതിലും എനിക്കിഷ്ടം വലിച്ചെറിഞ്ഞു തന്ന് നിങ്ങളെ തോൽപ്പിക്കുന്നതാ. മാഡം, ഇനി വഴക്ക് വേണ്ട. സ്വർണം എത്തിക്കാം. ഇനി പണയം വെച്ചോ വിറ്റോ, ഇനി പണമായിട്ടാണെങ്കിലോ അങ്ങനെ. നിർത്തണോ? താൻ ആരോടോ ഇതിൽ മധ്യസ്ഥം വഹിക്കാനും എന്റെ സ്വർണം ചുമക്കാനും? എന്റെ സ്വർണം വിറ്റ് അതിന്റെ കമ്മീഷനും കൂടെ തനിക്ക് വേണമായിരിക്കും അല്ലേ? അല്ലേടോ? സ്വാമി, ഞാൻ നേരത്തെയും പറഞ്ഞു, ഇത്തരം കാര്യങ്ങളിൽ സ്വാമി കുടുംബത്തിന്റെ ടവർ ലൊക്കേഷന് പുറത്ത്. ഭാര്യയും ഭർത്താവും വാക്കുകളുകൊണ്ട് സാമർഥ്യം കാണിക്കാതെ പോയി ആഭരണപ്പെട്ടി എടുത്തിട്ട് വാ. തങ്കച്ചി ഒന്ന് കാണട്ടെ നിന്റെ നിധിശേഖരം. ചെല്ലക്ഷര, ഇവിടെ നമ്മൾ തോൽക്കുകയല്ല, ജയിക്കുകയാണ്. ചെല്ല്.